എന്തൊക്കെയാണ് നടക്കുന്നേ? ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു പൊട്ടിത്തെറിയുടെ ഇടയിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. കൈ പിടിക്കാനുള്ള അവസ്ഥയായി. സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ അതില് വല്ലയാ ഇവിടെ ഒരു പൊട്ടിത്തെറി അംഗവും ഒരു പാകിസ്ഥാനിന്റെ ഓർഡറിൽ നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. ഓട്ടോറിക്ഷ അപ്പൊ ഞങ്ങളൊന്നും പറഞ്ഞ് താമസിക്കുന്നില്ല. നിങ്ങൾ നേരെ പോയി കണ്ടു. നമ്മളെ കണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളും പോയി കാണും. കോളേജ് എത്തി വണ്ടിയിടന്ന് കറക്കി എവിടെ പോണെന്ന് അല്ല അവിരാജ് വലിയ കാര്യത്തിന് വണ്ടി കയറി കൈയാടിച്ച കയറി ഓട്ടോ ചോദിക്കാതെ ഈ വണ്ടി ഉണ്ടോ ഓട്ടോ ചോദിക്കും. അങ്ങനെയൊന്നുമില്ല. വേണമെങ്കിൽ ഇറക്കാന്ന് എക്സോസിന് ഓട്ടോ. നമ്മളങ്ങനെ ഓട്ടോ ഷോയ്ക്ക് വന്നപ്പോൾ ഇവിടെ ഓട്ടോ ഷോ ഇല്ല. ഓട്ടോ ഷോ ഉണ്ട്, സമയം താമസിക്കും. ഈ പൊട്ടനൊന്നും സമയം നോക്കാതെ അവന്മാര് 10 മണിയാണ് എടുത്തത്. അവന്മാർക്ക് അപ്പൊ നമ്മള് കോളേജ് സന്ദർശിച്ചപ്പോ കോളേജ് കാട്ടിനകത്ത് സിനിമയൊക്കെ എടുക്കാൻ കൊള്ളാം. അവിടെ നമ്മള് കുറെ നാളായി വ്ലോഗ് ഇട്ടിട്ട് ഇല്ലടാ. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയമില്ലായിരുന്നു, എക്സാം ആയിരുന്നു. അങ്ങനെ അത് ജയിച്ചു. ഓ നമ്മള് ചേച്ചി ക്യാമറ ഓഫറാ. ഇൻകുട്ടിയുടെ അറിയിക്കപ്പെടുന്നു. വളരെ നന്ദി അറിയിക്കപ്പെടും. അപ്പൊ നമ്മള് വല്ല വണ്ടിയെ കുണ്ടിയാണ് വരുന്നത്. നിങ്ങൾ അതേ വെയിറ്റ് പൈസ വണ്ടി വരുമ്പോ കാണാം. നമ്മളെ അങ്ങനെ എത്ര നാൾ കാത്തിരുന്നതിന്റെ ഇവിടെ വയ്ക്കാം. സൂപ്പർ വന്ന് കഴിച്ചു. നമ്മളങ്ങനെ ടോക്കിയോയുടെ മണ്ണിലാണ്. കൊച്ചു ടോക്കിയോ അല്ലേ? കേരള മോഡ്സ് ഓൺ കൺട്രി. ഏതാ വൈബെന്ന് അറിയാവോ? പിടിച്ചു കയറി ഞാൻ പഠിക്കാം. എന്തൊക്കെ വരണം എന്തൊക്കെ പിന്നെ ഗൈസ് വ്ളോഗിന് ഒരു ചാലഞ്ച് എടുത്ത കാരണം കാണൂല എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സ്ക്രീൻ കാണാൻ വയ്യ. പിന്നെ ഫോണ് ഓഫായി പോകുന്നു. ഇതൊക്കെ എങ്ങനെ വ്ളോഗ് എടുക്കാനാണ്? വണ്ടി ഇഷ്ടമുള്ളതാണെങ്കിൽ വീഡിയോ കണ്ട് വണ്ടി കണ്ട് ഇഷ്ടപ്പെടും. അല്ല B70 കാണിച്ചു തരാം ഗൈസ്. B70 ഇവിടെ റിവീൽ ചെയ്ത വണ്ടിയാണ്. കിട്ടില്ലാടി വണ്ടിയാണ്. വാഗണാർ, സെന്ന്, പോളോ ഇവിടെ സെറ്റപ്പ് വണ്ടിയുണ്ട്. കാണിച്ചു തരാം ഗൈസ്. അതാണിത് B70 പോളോ. ബാക്കിലൊരു ഐറ്റം ഉണ്ട്, അങ്ങോട്ട് പോകാക്കുണ്ടോ?
ഓഡിയോ സിസ്റ്റം എന്തോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ അല്ല മപ്പ് വീഡിയോ. സെറ്റപ്പ്. യൂട്യൂബിൽ ചിലപ്പോൾ ഈ വീഡിയോ മാത്രമേ ഈ സാധനം കവർ ചെയ്തിട്ടുള്ളൂ. അത് നമ്മളായിരിക്കാനാണ് സാധ്യത. എനിക്ക് തോന്നുന്നില്ല, കാരണം കുറെ പേര് ക്യാമറ ഒക്കെ തൂക്കി പിടിച്ചോണ്ട് നടക്കണുണ്ടായിരുന്നു. ഏതിലാന്നറിയത്തില്ല. അവിടെ നടന്നേന്ന് പറഞ്ഞ ചരിത്രമാണ് എന്ന് പറഞ്ഞാൽ GTR-ഉം സൂപ്പറായും നേർക്കും നേര് കയ്യോർണേ ഉള്ളു, അതുകൊണ്ട് കാണിക്കാൻ പോയില്ല. പക്ഷേ ചുമ്മാതടേ ഇതൊക്കെ പോയി കണ്ടാ ചെവി തലയൊക്കെ അടിച്ചു. ഇതില് നല്ലത് 5-6 കൊലപ്പടക്കവും വീടിപ്പടക്കവും ഗുണ്ടുകൂടെ ഒരുമിച്ചിട്ടൊക്കെ ഒട്ടിച്ചാൽ മതിയായിരുന്നു. അടിയെന്ന് പറഞ്ഞാൽ ഇവിടെ അടിക്കും. അതിന്റെ ഇടയിൽ ഒരു വണ്ടിക്കകത്ത് ഫുള്ള് സബ്. ഫുള്ള് സബ്. അത് സ്പീക്കർ അടിക്കുക എന്താ സംഭവങ്ങൾ കൊള്ളാം കേട്ടെ. ഉമാരൊക്കെ വട്ടാൻ തോന്നുന്നു തലയ്ക്ക്. എണ്ണോറൊക്കെ എത്തിയിട്ടുണ്ട്. പെട്രോൾ പമ്പ് പോയായിരുന്നു അവിടെ മൊത്തം. എന്ത് മണമായിരുന്നു എണ്ണയുടെ. ഒന്നാമത് ചൂട് കാരണം. അതാ മെയിൻ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ചൂട് കാരണം നമുക്ക് അവിടെ ഒന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും നിക്കാൻ അതൊന്നും കാണാൻ തോന്നുന്നില്ല. പിന്നെ ഈ വീഡിയോയിൽ ഒരു കുഴപ്പമുണ്ട്, ഇത് കറക്റ്റ് ആയിട്ടല്ല എടുത്തേക്കുന്നത്. കാരണം നമ്മുടെ ആരുടെ കുറ്റമല്ല. ഒന്നാമത് വെയിൽ കാരണം സ്ക്രീൻ അതിന്റെ ഇടയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ അതിന് വേണ്ടി അങ്ങനെ നിൽക്കണം. ഫോൺ ഓഫ് ആയി പോവാ ചൂട്. ഈ നമ്മുടെ ഫോൺ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ 5 മിനിറ്റ് വെയിൽ ഇരിക്കുമ്പോഴേക്കും ഇത് മെസ്സേജ് വരും, ഇനി ഇത് ക്യാമറ ഉപയോഗിക്കാൻ പറ്റത്തില്ല, കൂളായ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, പിന്നെ വീഡിയോ എടുക്കാനും പറ്റും. എന്റെ ഇടവന്മാര് തീയും പുകയായിട്ട് ബഹളവും പുല്ലൊക്കെ വട്ടായി. അപ്പം ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അത്രയും നമ്മള് കുറെ ആള് ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ നമ്മള് ഇനി അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോകളൊക്കെ ഇടും, ശ്രമിക്കാം. അത്രയും.